പ്രിയപ്പെട്ടവരെ, നാടക് പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ആതിഥ്യമരുളുന്ന ഡിജിറ്റൽ നാടക മത്സരം നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന നാടകാസ്വാദകർക്കും നാടക പ്രവർത്തകർക്കും ഒക്കെ വളരെ സന്തോഷവും ഉണർവും നൽകുകയാണ്. ഈ കോവിഡ് മഹാമാരി കാലത്ത് നമ്മളൊക്കെ ഈ രോഗത്തോടൊപ്പം എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ ജീവിതം പരുവപ്പെടുത്തി വരുന്ന ഒരു സാഹചര്യത്തിൽ നാടകവും നാടക പ്രവർത്തനവും ഒക്കെ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പുതിയ കാലത്ത്, അസാധാരണമായ കാലത്ത് എങ്ങനെ നാടകത്തെ ആസ്വാദകർക്ക് മുന്നിൽ എത്തിക്കാമെന്നുള്ളതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ ഡിജിറ്റൽ നാടക മത്സരവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാടകവും നാടക പ്രവർത്തനവും മാറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് 15ഓളം നാടകങ്ങൾ ഈ ഡിജിറ്റൽ നാടക മത്സരത്തിലേക്ക് കലാസമിതികളുടെ നേതൃത്വത്തിൽ അരങ്ങിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ നാടക മത്സരം ആഗസ്റ്റ് 31 തീയതി തുടങ്ങി സെപ്റ്റംബർ 1, 2, 3 തീയതികളിലായി 15ഓളം നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ 3-ാം ദിവസമായ ഇന്ന് 4 നാടകങ്ങൾ ഇന്നും അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഈ നാടക വിരുന്നിൽ ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ പ്രകാശൻ ചെങ്ങൽ ആണ്. അദ്ദേഹം നാടകരംഗത്തും സിനിമാ രംഗത്തും ഒക്കെ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം പരിപാടി ആസ്വദിക്കുന്ന എല്ലാ കലാസ്വാദകരെയും നാടക പ്രവർത്തകരെയും എല്ലാ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ പ്രകാശൻ ചെങ്ങൽ, നാടക കണ്ണൂർ ജില്ലാ സെക്രട്ടറി. നാടക പയ്യന്നൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ നാടകമേളയ്ക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ. ഈ അടച്ചുപൂട്ടലിന്റെ കാലത്ത് നാം എല്ലാവരും ഒട്ടേറെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാടകക്കാർ അരങ്ങ് ഇല്ലാത്തത് കാരണം ആത്മാവിഷ്കാരത്തിന് ഒരിടമില്ലാത്തത് കൊണ്ട് അതിന്റെ പ്രയാസങ്ങളും മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളുമായി കലാകാരന്മാർ ആകെ വിഷമത്തിലാണ്. ഈ സമയത്താണ് പയ്യന്നൂർ മേഖലാ കമ്മിറ്റി ഡിജിറ്റൽ നാടക മത്സരം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളീയ സമൂഹത്തിനിടയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ നാടകക്കാർക്കിടയിൽ നാടക എന്ന് പറയുന്ന സംഘടന അതിശക്തമായ ഒരു സ്ഥാനം നേടിയിരിക്കുകയാണ്. കേരളത്തിന്റെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെടാനും നാടകക്കാരുടെ പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യിക്കാനും കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നാടകിന്റേതായ രീതിയിൽ ഒരു കൈത്താങ്ങായി പ്രളയത്തിന്റെ സമയത്തായാലും ഓക്കിയുടെ സമയത്തായാലും ഈ കോവിഡിന്റെ സമയത്തായാലും ലക്ഷക്കണക്കിന് രൂപ സർക്കാരിന്റെ പൊതുഫണ്ടിലേക്ക് നാടകം പിരിച്ച് നൽകിയാണ്. അതോടൊപ്പം കോഴിക്കോട് ശാന്തകുമാറിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി 1/4 കോടിയോളം രൂപയാണ് നാടക പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് കളക്ട് ചെയ്യുകയും ആ കുടുംബത്തെ നാടകം ഏൽപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ കേരളത്തിലെ നാടകക്കാരുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഈ സംഘടന ഇതുവരെയായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘടന എന്തു പറയുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അരങ്ങ് നഷ്ടപ്പെട്ട ഈ കാലത്താണ് സംഘടന ഡിജിറ്റൽ നാടകമേള 15ഓളം നാടകങ്ങളാണ് ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. നാടകം എന്ന് പറയുന്ന സംഘടന നാടകക്കാരെ പുതിയ തലങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഡിജിറ്റൽ ക്ലാസുകൾ, നാടകത്തിന്റെ ഓരോ രംഗത്തെയും അടയാളപ്പെടുത്തുന്ന രീതിയിൽ ടെലഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടക ക്ലാസുകൾ, തിയേറ്റർ ക്ലാസുകൾ സംഘടിപ്പിക്കുകയാണ്. പുതിയ കാലത്തെ നാടക പ്രവർത്തകർക്ക് നാടകത്തിലേക്ക് ആകർഷിക്കാനും അവരെ നാടകം പഠിപ്പിക്കുന്നതിനു വേണ്ടിയും സംഘടന ഇടപെടുകയാണ്. അതോടൊപ്പം അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കാൻ ഈ കോവിഡിന്റെ കാലത്ത് ഓണക്കിറ്റായാലും അല്ലെങ്കിൽ വിഷുവിനായാലും ഓരോ സമയത്തും അവരുടെ കഴിയാവുന്ന സഹായങ്ങൾ, നാടക പ്രവർത്തകരുടെ പരിമിതിക്കുള്ളിൽ നിന്ന് കഴിയാവുന്ന സഹായങ്ങൾ സാമ്പത്തികമായി വിഷമങ്ങൾ അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് ഈ സംഘടന സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ മാറ്റങ്ങളിൽ നിർണായകമായ സ്ഥാനം നാടകക്കാർക്കുണ്ട്.
അത്തരം മാറ്റങ്ങൾക്ക് സഹായിച്ച കേരളത്തിന്റെ ഇന്നത്തെ പൊതുമാറ്റങ്ങളിലേക്ക് കേരളം എത്തുന്നതിനു വേണ്ടി നിർണായകമായ പങ്കുവഹിച്ച നാടകക്കാരെ വിസ്മൃതിയിലേക്ക് തള്ളുകയാണ്. അവിടെയാണ് ഈ സംഘടന ഇടപെടുകയും നാടകക്കാർക്ക് അർഹമായ സ്ഥാനം സമൂഹത്തിൽ ആവശ്യമാണെന്നും അവരുടെ എല്ലാ തലങ്ങളിലും നാടകക്കാരെ പരിഗണിക്കണമെന്നും സ്കൂൾ കോളേജ് തലങ്ങളിൽ നാടക അധ്യാപകരെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദമെടുത്തു വരുന്ന നാടക പ്രവർത്തകരെ കൃത്യമായി ജോലി കൊടുക്കണമെന്നും നാടകം LP സ്കൂൾ മുതൽ മുതിർന്ന ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരണമെന്ന് ഈ സംഘടന ആവശ്യപ്പെടുന്നു. ഏതായാലും ഈ അടച്ചുപൂട്ടലിന്റെ കാലത്ത് പയ്യന്നൂർ മേഖലാ കമ്മിറ്റി കലാകാരന്മാർക്ക് ആത്മാവിഷ്കാരത്തിനുള്ള ഒരു ഇടം തുറന്നു കൊടുക്കുകയാണ്. 15ഓളം നാടകങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നാടകന്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും മറ്റു പൊതുപ്രവർത്തകരും ഈ മത്സരത്തിന് ഇടയിൽ ആശംസകളുമായി വരികയാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ പൊതുസമൂഹം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഈ പരിമിതികൾക്കിടയിലും ഈ സംഘടന നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുക. അതോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സമിതിക്കും ജില്ലാ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ബഹുമാനപ്പെട്ട ആസ്വാദകരെ, യുവക് സംഘം കരിവള്ളൂരിന്റെ സ്വാഗതം. രചന പ്രകാശൻ കരിവള്ളൂർ, ക്യാമറ AKV പിലിക്കോട്, ലൈറ്റിംഗ് മനു നടക്കാവ്, ആർട്ട് ബാസി വർണ്ണലയം, സംഗീതം വിനായക്, സാങ്കേതിക സഹായം OP ചന്ദ്രൻ, സംവിധാനം രതീഷ് രംഗൻ. നാടകം 1, 2. പക്ഷിയുടെ ചിറകിൽ ഭൂമിയിലേക്ക് പറന്നു വന്ന എന്റെ മലാഖെ, നിന്റെ സാമീപ്യം എന്റെ നിമിഷങ്ങൾക്ക് ഹൃദയ ചാരുതയും ഞാനും നീയും എന്ന ചിന്തയിൽ നിന്നും നമ്മളെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം വെങ്കല പർവ്വതങ്ങളായി ചിറകു നിവർത്തിക്കാൻ. കിരാവിന്റെ ഉന്മാദ നൃത്തമായി നിതാന്ത മരുഭൂമികളിലും വസന്തോത്സവത്തിന്റെ ശതകോടി പരവതാനി നിൽക്കുകയാണ്. ഒന്നിച്ചു പങ്കിട്ടാൻ ആനന്ദം. അപ്പോഴൊക്കെ എനിക്ക് എന്നോടുള്ള അത്ര ഇഷ്ടമായിരുന്നു നിന്നോട്. Into silence until
തോന്നുന്നേ. സിറ്റിയിലൊക്കെ എന്തൊരു പൊടിയാ. എന്റെ പിന്നപ്പ ഞാൻ ചേഞ്ച് ചെയ്തു. ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? വിവാഹം സ്വർഗത്തിലായിരുന്നു, ജീവിതം ഭൂമിയല്ലേ. എനിക്ക് വിശക്കുന്നു, സൊമാറ്റോയിൽ വിളിക്ക്. എനിക്കൊരു സൂം കോൺഫറൻസ് ഉണ്ട്, ഞാൻ ഹോട്ട്സ്പോട്ട് കട്ട് ചെയ്യും. ഒട്ടി പിടിക്കണ പോലും. ഞാൻ എന്താ ബ്രഹ്മോ? What the hell are you talking? Target achieve ചെയ്തേ പറ്റൂ. Stupid. ഗൂഗിൾ നോക്കിയിട്ട് ഡാഡി നിൽക്കണ്ട. നാശം, നെറ്റ് കട്ടായല്ലോ. ഓക്കെ ഓക്കെ, ഫണ്ട് അനാലിസിസ് ചെയ്യാം. ബെനിഫിറ്റ് 50-50. മെച്യൂരിറ്റി വരാൻ ഇനിയും സമയമെടുക്കും. അടുത്ത അറിഞ്ഞാലേ മനസ്സിലാവൂ. എല്ലാം ഒറ്റ ടൈപ്പാ. ഒക്കെ ഫേക്ക് റിക്വസ്റ്റുകളാ. ബ്ലഡി കൺട്രീസ്. എനിക്കും വിശക്കുന്നു. നീ ഒന്ന് അവരെ കോണ്ടാക്ട് ചെയ്യൂ. നാശം, ഐഡി തെറ്റാണല്ലോ. എക്സ്ക്യൂസ് മീ, BMW ഞാൻ എടുക്കുവാണ്. ലേറ്റ് ആവണ്ട, ഈവനിങ് പാർട്ടി ഉള്ളത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഇങ്ങനെയല്ലാതെ. ഓ, കൊങ്ങനെയായിരിക്കും. ദേ, നിന്റെ കൊങ്ങന. അപ്പൊ നിനക്ക് മാത്രം എങ്ങനെ? അത് അങ്ങനെയാണ്. മതി. നിന്റെ അങ്ങനെ, നിന്റെ ഇങ്ങനെ, നിന്റെ കൊങ്ങനെ, നിന്റെ മങ്ങനെ. മതി. ശരി, മതി. നിന്റെ അങ്ങനെ ഇങ്ങനെ. ഡാ, നീ പ്രേക്ഷകർക്ക് തിയേറ്റർ ഇൻഫിനിറ്റീവ് കടന്നപ്പള്ളിയുടെ സ്നേഹാഭിവാദനങ്ങൾ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകം ക്വാറന്റൈൻ. 19-ാം നൂറ്റാണ്ടിൽ പ്രശസ്ത നോവലിസ്റ്റ് ആൽബർട്ട് കമ്യൂ എഴുതിയ ദി പ്ലേഗ് എന്ന നോവലിൽ നിന്നും സ്വീകരിച്ച കഥാബിന്ദു. നാടകം ക്വാറന്റൈൻ.
മിസ്റ്റർ ബ്രാൻ, ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ. താങ്കളുടെ മരുന്നൊക്കെ ഇവിടെ വയ്ക്കുന്നു, അതിലൊന്ന് കഴിക്കൂ. സാർ, ഞാൻ ഇത്രയും ദിവസമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആ വാക്യം ഞാൻ ഒടുവിൽ പൂർത്തിയാക്കി സാർ. 1-2 വാക്കുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒടുവിൽ ആ വാക്കുകൾ ഞാൻ പൂർത്തിയാക്കി സാർ. ബ്രാൻ, നിങ്ങൾ പൂർത്തിയാക്കിയത് സന്തോഷം. എത്ര ദിവസമായി ഒരു സാഹിത്യ സൃഷ്ടിയുടെ ആരംഭ വാക്യത്തിന് വേണ്ടി ഇങ്ങനെ തടവ് വയ്ക്കുന്നു? സാർ, ഞാനൊന്ന് വായിച്ചോട്ടെ. തീർച്ചയായും. മെയ് മാസത്തിൽ അഴകുറ്റ യുവതിയായ ഒരു കുതിരക്കാരി ലക്ഷണമൊത്ത ഒരു തവിട്ട് പെൺകുതിരപ്പുറത്ത് വാതേപുലേനയിലെ പൂക്കൾ നിറഞ്ഞ വീഥികളിലൂടെ സവാരി ചെയ്യുന്നതായി കാണപ്പെട്ടിരിക്കാം. ഡോക്ടർ സർ, ഈ അഴകുറ്റ എന്ന വാക്കിന് പകരം മെലിഞ്ഞ എന്ന വാക്കല്ലേ കുറച്ചുകൂടി ചേരുന്നത്? അതുപോലെ മെയ് മാസത്തിൽ എന്ന വാക്കിന് പകരം മെയ് എന്നാക്കിയാലോ? ഈ മെയ് മാസത്തിൽ എന്നൊക്കെ വായിക്കുമ്പോൾ അത് ഈ കുതിരയുടെ ഓട്ടത്തെ വല്ലാതെ ഇഴക്കുന്നത് പോലെ തോന്നുന്നു. ഡോക്ടറുടെ അഭിപ്രായം എന്താ? മിസ്റ്റർ ബ്രാൻ, ഇനിയും തിരുത്തി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഡോക്ടർ സാർ, ഈ വാക്യങ്ങളിൽ ഒരു പിശകുണ്ട്. ഉദാഹരണത്തിന് പൂക്കൾ നിറഞ്ഞ വീതിയിലൂടെ എന്ന് എഴുതുമ്പോൾ അതിലെ ഇഞ്ഞ ഒരു കൊഞ്ഞ കുത്തു പോലെ തോന്നുന്നില്ലേ? അത് മാറ്റി നമുക്ക് പൂക്കൾ വിതറിയ വീതിയിലൂടെ എന്നാക്കിയാലും നന്നാവില്ലേ? നന്നാവും. പൂക്കൾ വിതറിയ രീതികളിലൂടെ നന്നാവും. പക്ഷെ സാർ, പൂക്കൾ വിതറിയ വീതിയിലൂടെ ഈ പൂക്കൾ നട്ടു വളർത്തിയ ചെടിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ അത് താനെ വളർന്ന ചെടിയിൽ നിന്നാണെങ്കിലോ അതിനെങ്ങനെയാണ് വിതറിയ എന്നൊക്കെ പറയാൻ കഴിയുക? രാജ്, നിങ്ങൾ അസ്വസ്ഥനായിരിക്കൂ. വരൂ, ഈ മരുന്നൊക്കെ എടുത്ത് കഴിച്ചേ. അല്ല സർ, ഈ വാക്കുകൾക്ക് കുഴപ്പമുണ്ട്. ചില വാക്കുകൾ വാക്യങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥം കൊടുക്കാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പോഴെന്റെ കുഴപ്പം. ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ സർ. എന്റെ തല നേരെ നിൽക്കുന്നില്ല സർ. എനിക്ക് ആ വാക്യം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല സർ. അവസാനത്തെ വാക്ക് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല സർ. റിലാക്സ്, ബ്രാൻ. ഈ മരുന്നൊക്കെ കഴിച്ചേ. ഇത് മിസ്റ്റർ ഗ്രാൻഡ്, ഞങ്ങളുടെ മെഡിക്കൽ സംഘടന ചെയ്തിട്ട് കുറച്ചുനാളായി. തന്റെ ജീവിതകാലത്ത് ഏറെയും ഒരു ഗുമസ്തനായിട്ടാണ് അയാൾ ജീവിച്ചത്. എന്നാൽ ഇന്ന് പരമപ്രധാനമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത്. അതെ, ഒരു സാഹിത്യ സൃഷ്ടിക്ക് വേണ്ടി. ഞങ്ങളുടെ ഈ നഗരം ഏതാണ്ട് കുറച്ചു കാലമായി പൂർണ്ണമായും അടച്ചിടപ്പെട്ടിരിക്കുകയാണ്. ബാഹ്യലോകവുമായി ഇവിടുത്തെ യാതൊരു ബന്ധവുമില്ല. ഒരു മഹാവ്യാധിയുടെ പേരിൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ ക്വാറന്റൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ സേവനത്തിന് വന്നാണ് മിസ്റ്റർ ഗ്രാൻഡ്. എന്നാൽ ഇന്ന് അദ്ദേഹവും അതിന്റെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ സാർ, എനിക്ക് ശ്വാസം മുറിയുന്ന പോലെ തോന്നുന്നു. ഡോക്ടർ സാർ, റിലാക്സ്,
എനിക്കൊന്നും ശരിയായി തോന്നില്ല. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും സാർ. റിലാക്സ് ഗ്രാൻഡ്. ഡോക്ടർ സാർ, ഞാൻ ഇത്രയും കാലം എഴുതിയ എന്റെ എഴുത്തുകളാണ് ഇതൊക്കെ. ഇനി ഇത് ഡോക്ടർ സാർ തന്നെ സൂക്ഷിക്കണം. ഇതില് ഞാൻ എന്റെ പ്രിയപ്പെട്ടവൾക്ക് എഴുതിയ എഴുത്തുകളുമുണ്ട്. എത്രയും പ്രിയപ്പെട്ട ഞാൻ, ഇന്ന് ക്രിസ്മസ് ദിനം നിന്നെയും കുട്ടികളെയും കാണാനാവാതെ ഞാൻ ഇവിടെ തനിച്ച്. സാരമില്ല, എല്ലാ അടച്ചുകൂടലും അവസാനിക്കുന്ന ഒരു നാൾ അന്ന് പൂക്കൾ ചിരിക്കും, പുഴകൾ പൂർവാധികം ഉത്സാഹത്തോടെ ലക്ഷ്യത്തിലേക്ക് ഒഴുകും, സൂര്യൻ പ്രസന്നവാനായി ഉദിച്ചുവരും. എന്റെ പ്രിയപ്പെട്ട ഞാൻ, അന്ന് ഒരു പക്ഷേ എന്റെ അസാന്നിധ്യം നിന്നെ വിഷമിപ്പിച്ചേക്കാം. എന്നാൽ നീ ധൈര്യം വെടിയരുത് എന്ന് ഞാൻ. ഡോക്ടർ സാർ, ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഇരുന്ന് കുത്തിക്കുറിച്ച ആ വാക്യമുണ്ടല്ലോ, അതൊന്നുകൂടി വായിക്കാമോ എനിക്ക് വേണ്ടി? നീയിലൊരു സുപ്രഭാതത്തിൽ മെലിഞ്ഞ യുവതിയായ ഒരു കുതിരക്കാരി മിനുങ്ങുന്ന തവിട്ടുനിറമുള്ള പെൺ കുതിരപ്പുറത്ത് വാദ്യവിലേനിയുടെ വീതികളിൽ പൂക്കൾക്കിടയിലൂടെ സവാരി ചെയ്യുന്നതായി കാണാം. നെയ്യിലൊരു സുപ്രഭാതത്തിൽ മെലിഞ്ഞ യുവതിയായ ഒരു കുതിരക്കാരി മിനുങ്ങുന്ന തവിട്ടുനിറമുള്ള പെൺ കുതിരപ്പുറത്ത് വാദ്യവിലേനിയുടെ വീതികളിൽ പൂക്കൾക്കിടയിലൂടെ സവാരി ചെയ്യുന്നതായി കാണാം. ഇല്ല, ആ സുപ്രഭാതത്തിൽ എന്ന വാക്ക് അതിവിടെ ശരിയില്ല. എനിക്കറിയാം, ഞാൻ ഒന്നും ശരിയല്ല, എല്ലാം തെറ്റാണ്. അത് കീഴെ കളഞ്ഞേക്കോ, അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞേക്കോ, അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞേക്കോ. നോക്കൂ, എന്റെ ശരീരത്തിൽ നിന്നും രോഗങ്ങളുടെ ലക്ഷണമെല്ലാം മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്റെ അസുഖം ഭേദമായി തുടങ്ങിയിരിക്കുന്നു സാർ. ഇത് ഗ്രാൻഡ്. ഈ നഗരത്തിൽ നിന്നും പ്ലേഗ് എന്ന മഹാവ്യാധി വിക്ടറിയുടെ ആദ്യ സൂചനയാണ് ഇയാൾ. മനുഷ്യരാശി ഇന്നോളം നേരിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുക തന്നെ ചെയ്യും. ശ്രീരാം സ്മാരക കലാകായിക വേദി വിനയ പുരസ്കാരം സമർപ്പിക്കുന്നു. ഒരു കരുതലിന്റെ ബാക്കി പത്രം. വർത്താനം പറയാണ്ട് കുടിച്ചു കുപ്പാരം വാങ്ങിട്ട് ചായ ആക്കി തരാം ഞാൻ. അമ്മേ
ചായ കൊടുക്കാം. ഡയറി, എനിക്ക് നിങ്ങളൊരു സ്വകാര്യം പറയാനുണ്ട്. ആരോടും പറയണ്ട. അമ്മയോട് പറഞ്ഞാ അമ്മയോട് ദേഷ്യപ്പെടും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നൊന്നും അമ്മ കേൾക്കുന്നില്ല. നീ മാത്രമാണ് ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നത്. നിന്നോട് സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു ആശ്വാസം. അതെ, ഇന്ന് സ്കൂളിൽ വിട്ട് വരുമ്പോ ഓട്ടോയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോ ഓട്ടോമാമൻ എന്നോട് ഓരോന്ന് ചോദിക്കുന്നു. നിന്റെ പ്രായത്തിലുള്ള കുട്ടികളിങ്ങനെ സ്കൂള് വീട് എന്ന് പറഞ്ഞ് നടക്കല്ല, ഇടക്കൊന്ന് കറങ്ങാനൊക്കെ പോണം. നിന്നെ വേണേ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അയാളെ കൈ കയറി പിടിച്ചു. ഞാൻ പേടിച്ചു പോയി. ഒക്കെ കണ്ടപ്പോ അയാൾ പറയാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, മോളിത് ആരോടും പറയണ്ടെന്ന്. എനിക്കിത് അമ്മയോട് പറയണമെന്നുണ്ട് ഡയറി. പക്ഷെ അമ്മനെ വഴക്ക് പറയും. അച്ഛനാണെ എപ്പം പഠിക്കാൻ എന്റെ മോളെ ഇതിന് ചായ ഒന്നും വേണ്ടേ? ഞാൻ പറയട്ടെ, ചായ കൊണ്ട് ചൂടാക്കി വെച്ചു. ഫുൾ തണിയിട്ടുണ്ടോ? നീ പോ, ഒരു ചായ കുടിക്കേ. മോളെ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നിൽക്കല്ലോ, ഒന്ന് അടിക്കോ തുറക്കോ വൃത്തിയാക്കോലും ചെയ്തൂടെ? ഇതെല്ലാം എന്റെ കയ്യിൽ നിർത്തണം. ഇത്ര പറഞ്ഞാലും എന്തെങ്കിലും എടുക്കും. മോളെ, അച്ഛാ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ അച്ഛനെ അറിയുന്നേ. അച്ഛനെയാ? നോക്ക്. നീ നിന്നോ വന്നാ? കുഞ്ഞു റിസൾട്ട് എന്തായി? എന്റെ മോക്ക് എല്ലാ വിഷയത്തിലും A+. അച്ഛന്റെ മോക്ക് സമ്മാനം. ഇതല്ലേ എനിക്ക് നിങ്ങളോട് എപ്പോഴും ദേഷ്യം വരും. നീ ആർക്കെല്ലാം പരീക്ഷയ്ക്ക് ജയിച്ചിട്ട് എന്തിനോ മൊബൈലൊക്കെ മേടിച്ചു കൊടുക്കുന്നു? വെറും ജയല്ല, എന്റെ മോക്ക് എല്ലാ വിഷയത്തിലും A+ അല്ലേ? കൊല്ല പരീക്ഷയ്ക്ക് മേടിച്ചാലോ? കൊല്ലം പരീക്ഷയ്ക്ക് എന്റെ മോൾ A+ എല്ലാം മേടിച്ചാലേ അച്ഛൻ എന്റെ മോക്ക് ഒരു ലാപ്ടോപ്പ് മേടിച്ചു. പിന്നെ ലാപ്ടോപ്പ്, ഈ ഒരു മൊബൈൽ വന്നു കൊല്ല പരീക്ഷയ്ക്ക് തോറ്റു പോകുന്നതെന്ന് അറിയാതെ. എന്റെ മോളെ നോക്കുന്നില്ല, ഓളെ അച്ഛന്റെ പൊന്നു മോളോ. ഞാൻ പിന്നെ അച്ഛനും കൂടെ എന്താണ് വെച്ചാൽ ഞാൻ ഒന്നും ഇടപെടുന്നില്ല. എന്റെ മോളെ റോഡ് പഠിക്കുന്നു. ഹായ്. ഹായ്. ഇപ്പോൾ കുറച്ച് ഫോട്ടോ കേട്ടോ, സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. കുട്ടി എവിടെയാ പഠിക്കുന്നേ? ഞാൻ സെന്റ് മേരീസിലെ. അവിടെ അടുത്ത് തന്നെയാണോ വീട്? അതെ, അതിന്റെ വലതു ഭാഗത്തെ 5ാമത്തെ വീട്. ആണോ? വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഞാനും. ആഹാ, അപ്പോൾ എന്നെ പോലെ തന്നെ ഞാനും അച്ഛനമ്മയ്ക്കും ഒറ്റ മകനാണ്. ഇത് ശരിക്കും ഒറ്റപ്പെടലാണല്ലോ. എങ്ങനെ? എടോ, നമുക്കൊരു ചേട്ടനോ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു
നീ ഇവനെ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെ? നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, എന്നാൽ നീ ഉദ്ദേശിച്ച പോലെ ഇഷ്ടമല്ല. എനിക്ക് എല്ലാം സംസാരിക്കാൻ കഴിയുന്ന ഒരു നല്ല ഫ്രണ്ട്. അതെ, എല്ലാം പറയാൻ പറ്റുന്ന, എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്രണ്ട്. അങ്ങനെയുള്ളവർക്ക് തന്നെയാണല്ലോ ജീവിതത്തിൽ ഒന്നിക്കാൻ പറ്റുക. ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കണ്ട. അവരെനിക്ക് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാണ്, നിനക്കെന്നെ ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പാരോ പറഞ്ഞ് മാറ്റിയതാണ്. ആര് പറയാൻ? എന്നോട് ആര് പറയാനാണ്? എനിക്കിതിൽ വെറുതെ തോന്നുന്നതാണ്. എന്നെ പരിച്ചിട്ട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? നീ ഇത് മണ്ടത്തരാണ് പറയുന്നത്. ആര് പറ്റിച്ചു? നിനക്ക് മിണ്ടാൻ താല്പര്യമില്ല. നീ മേലെങ്കിൽ മെസ്സേജ് അയച്ചു പോകരുത്. ഹലോ, നിന്റെ ഫോണോടെ എത്ര ആളെ ഞാൻ വിളിച്ചു? നീ എന്താ ഇവിടെ? നീ ഫോൺ എടുത്തില്ല, അതുകൊണ്ട് തന്നെ. ഞാൻ എത്രയാണ് പറഞ്ഞത് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്? നീ പോയവിടെ? ഇല്ല, അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. നീ ഇപ്പൊ വരാൻ്റെ കൂടെ. എങ്ങോട്ട്? സാജി പറഞ്ഞ ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും. അച്ഛാ! ഇനിയും അനുമാറി ലോകത്തുണ്ടാകാതിരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ നിർത്തുന്നു ശ്രീകാന്ത് സ്മാരക കലാകായികയിൽ. ഒരിടത്തൊരിടത്ത് രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. എന്നാൽ അവർ തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾ പട്ടിണി കിടന്നപ്പോൾ കുറച്ച് അരി മോഷ്ടിച്ചു. മറ്റൊരാൾ രാജകീയ ജീവിതത്തിനും അധികാര കസേരയ്ക്കും വേണ്ടി കുറെ സ്വർണം മോഷ്ടിച്ചു. പക്ഷെ അരി മോഷ്ടിച്ചവനെ തല്ലിക്കൊന്ന് നാട്ടുകൂട്ടം വധശിക്ഷ നടപ്പാക്കിയപ്പോൾ സ്വർണം കെട്ടവനെ പോലീസ് വാഹനത്തിന്റെ അകമ്പടിയോടെ അതേ നാട്ടുകൂട്ടം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. മെഴി നാടകക്കൂട്ടം കടന്നപ്പള്ളി അവതരിപ്പിക്കട്ടെ കള്ളനും പിന്നെ ഒരു കള്ളനും. പ്രിയപ്പെട്ടവരെ, ആസന്നമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിൽ വരാനുള്ളത്. ഒരു പൊതുപ്രവർത്തകനായ എനിക്ക് ജനസേവനം നടത്താൻ ഒരു മന്ത്രിയോ ഒരു MLA-യോ എന്തിനേറെ ഒരു വാർഡ് മെമ്പർ പോലും ആവാൻ ഒട്ടും താല്പര്യമില്ല. അത് നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാലും മരിച്ചാലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈ പൊതുയോഗം അവസാനിപ്പിച്ചതായി ഞാൻ അതുപോലെ ഇന്നത്തെ പട്ടിണി സമരം കഞ്ഞിവെച്ച് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ നന്ദി, നമസ്കാരം. ജേക്കബേ, ഇത് ഞാനാണോ CP? പിന്നെ നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ നമ്മുടെ ഒരു പയ്യൻ അവിടെ വരും. 5 കോടിയുടെ സ്വർണ്ണമാണ് അവന്റെ കയ്യിലുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ എയർപോർട്ടിലെ ക്ലോസറ്റിൽ അലിയിച്ച് കളയാനുള്ളതല്ല അത്. മനസ്സിലായോ? അപ്പൊ വെച്ചത് ശരി. അതും എന്റെ ഈ പഞ്ചായത്തിൽ നിന്ന് 2 ദിവസമായി പട്ടിണിയില്ല സാറേ. എന്റെ വെറുതെ വിടണം സാറേ, എന്റെ വെറുതെ വിടണം സാറേ. നീ എന്താണ് കട്ടുന്നത്? എന്താണ് എന്റെ പേര്? എവിടെ നിന്റെ വീട്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലേ? സാറേ, ഇവിടെ കാണ്ടുവാസിയാണ് തോന്നുന്നു. കണ്ടിട്ട് പോകാം. പേരുള്ള സാറിന്റെ പേരുള്ള എന്റെ പേര്
ബിനു. ആ മലയുടെ താഴെയാ എന്റെ വീട്. 2 മക്കളുമുണ്ട്. 2 ദിവസമായി അവർ പട്ടിയിലാണ് സാറേ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പട്ടിണി കിടക്കുന്നതൊക്കെ മോഷ്ടിക്കാനൊക്കെയാണ്. സാറേ, ഈ നാടിന് കണ്ടിട്ടോ സാറേ? അവന്റെ കുണ്ടലിച്ച് കയ്യിലെടുത്തിട്ട് ഞാനിപ്പോ വരുന്നു. ഏതോ സുധാകര അത്താനിത് ഇവിടെ. നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ നമ്മുടെ പയ്യനെന്താ അവന്റെ പേര്? എന്താ പേര്? മുനിയൻ. അവൻ എത്തുമെന്ന് എന്നോട് പറഞ്ഞതല്ലേ? നീ ഒരു കാര്യം ചെയ്യും. കാലത്ത് വണ്ടിയുമായി അവിടെ നിൽക്കുക. പയ്യൻ കണ്ടവിടെ നേരെ കോഴിക്കോട്ടേക്ക് വിട്ടേക്ക്. വഴിയിൽ വന്ന സീനുമുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് അടിച്ചത് തകർത്തിയേ. പിന്നെ വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പാണ്. എനിക്ക് ജയിച്ചേ പറ്റൂ സുധാകര. ശരി, ഓക്കെ. പിന്നെ ഈ വരുന്ന സ്വർണം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ളതാണ്. ഓർമ്മയുണ്ടല്ലോ നിനക്ക്? അപ്പൊ ശരി, വെച്ചേര്. സാറേ, ഇവന്റെ കയ്യിൽ അരി മാത്രമല്ല ഒരു കട മൊത്തമായിട്ടുണ്ട്. അല്ലേ? മഞ്ഞപ്പൊടി മുതൽ എല്ലാ പൊടി ഇവന്റെ കയ്യിലുണ്ട്. കാട്ടുവാസി. ഒരു പണിയൊന്നുമില്ലാത്തോണ്ടാ സാറേ ഞാൻ ഇങ്ങോട്ട് എന്റെ വെറുതെ വിടണം സാറേ. നിന്നെ വെറുതെ വിടാനോ? നീയൊക്കെ ഈ സമൂഹത്തിനൊരു തെളിവാണ്. ഇനി ഒരു കാട്ടുവാസിയും അരി കക്കരുത്. നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ല സാറേ. സാറേ, ഇവിടെ 2 തരം രാഷ്ട്രീയമാണല്ലോ സാറേ. വിശക്കുന്നവന്റെയും വിശപ്പറിയാത്തവന്റെയും രാഷ്ട്രീയം. നീ ഞങ്ങളുടെ നേതാവിനെ രാഷ്ട്രീയപ്പെടുത്തിക്കോളാം പട്ടി. സാറേ, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ ചെയ്യും. ഈ ലോകം ഞങ്ങൾക്കും കൂടിയുള്ളതാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദളിതം പീഡിപ്പിക്കപ്പെട്ടാലും ദളിതൻ കൊല്ലപ്പെട്ടാലും ഇത് പത്രത്തിൽ വായിക്കപ്പെടും. എന്നാൽ ഒരു നായർ കൊല്ലപ്പെട്ടതോ, ഒരു നമ്പൂരി പീഡിപ്പിക്കപ്പെട്ടതോ, ഒരു ഈഴവനെ അച്ചുകൊല്ലുന്നോ ഏതെങ്കിലും പത്രത്തിൽ വായിക്കാറുണ്ടോ? സാറേ, ഈഴവൻ മനുഷ്യനല്ല, രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സാറേ. ആ പട്ടി ഇത്രയും സമയം നിങ്ങൾ സംസാരിക്കാൻ അനുവദിച്ചതന്നെ എന്നിട്ട് ആ ഫോട്ടോ എടുത്ത് നാളത്തെ പത്രത്തിൽ കൊടുത്ത് അരി മോഷ്ടിച്ചതിന് ദളിത് യുവാവിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. വോട്ട് താനേ വന്നോളൂ. रघुपति